തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം പ്രതീക്ഷിച്ച ബിജെപി. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളും 25 മുനിസിപ്പാലിറ്റികളും 700 പഞ്ചായത്തുകളിലും NDA മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. മുഴുവൻ വാർഡുകളിലും മത്സരിച്ച് വോട്ട് വിഹിതം പരമാവധി വർദ്ധിപ്പിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ സ്ഥാനാർത്ഥി നിർണയം വരെ ബിജെപിയുടെ നീക്കങ്ങൾ ആസൂത്രിതമായിരുന്നു. ഓരോ വാർഡിലും 5 അംഗ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കിയായിരുന്നു പ്രവർത്തനം. ജനപിന്തുണ വർദ്ധിക്കുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടിയുള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ മുന്നണിയാണ്. 25-ൽ ഈ വർഷം 20-നെ അപേക്ഷിച്ച് 3-4 ഇരട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സീറ്റുകളും ഭരിക്കുന്ന സ്ഥാപനങ്ങളും എണ്ണം വർദ്ധിക്കും. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു. ശ്രീലേഖയും പത്മിനി തോമസും EV രാജേഷും തിരുവനന്തപുരത്ത് കളത്തിലിറങ്ങി കഴിഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സുരേഷ് ഗോപിയും MT രമേശും നേരിട്ടാണ് നിയന്ത്രണം. പാലക്കാട്, പന്തളം, പത്തനംതിട്ട, ആറ്റിങ്ങൽ, മാവേലിക്കര തുടങ്ങി 25 മുനിസിപ്പാലിറ്റികളിൽ BJP മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. 700-ലധികം പഞ്ചായത്തുകളിൽ ഭരണം, 10,000 വാർഡുകളിൽ ജയം, 22% വോട്ട് വിഹിതം. ഇത്രയുമാണ് ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും ചുമതല സംസ്ഥാന ഭാരവാഹികൾ നേരിട്ടാണ് വഹിക്കുന്നത്. വികസിത കേരളമാണ് BJPയുടെ മുദ്രാവാക്യം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വികസിപ്പിച്ചതിന്റെ ആനുകൂല്യങ്ങളും താമരക്കുമ്പിളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.